ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീതുവിൻ്റെ പേരും പറഞ്ഞ് അപർണികയും അതുപോലെ കിച്ചുവും കൂടി നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ട് സുവർണ അതുവഴി വന്നു. സുവർണ വന്നിട്ട് ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുക. അപ്പോൾ അറക്കൽ തറവാട്ടിലേക്ക് താൻ വരില്ല എന്നുള്ള കാര്യം തറപ്പിച്ച് കിച്ചു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതാഞ്ജലി പാവമാണെന്നും എടുത്തുചാട്ടം മാത്രമേ ഉള്ളൂ, ഗീതാഞ്ജലിയെ ഒതുക്കി നിർത്താൻ എളുപ്പമാണെന്നും ഗീതാഞ്ജലിയെ നമ്മൾക്ക് നമ്മുടെ വഴിയെ കൊണ്ടുവരാമെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. അപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ അതിന് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടായി ആശാൻ. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറയുന്നത് കേൾക്കാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാം. നീ അവിടെ വന്ന് പഞ്ചപുച്ഛം അടക്കി ജോലി ചെയ്തേ പറ്റൂ. നമുക്ക് അവരുടെ കുടുംബവുമായി അടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, അത് നീയായിട്ട് പാഴാക്കരുത്. ആ തറവാട്ടിൽ ചെന്നാണ് ആദ്യമായി ഞാൻ ഗീതാഞ്ജലിയുടെ കാലിൽ വീണത്, നിന്നെ രക്ഷിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് നീ അത് മറന്നു പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം കിച്ചു ഇതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കിച്ചുവിന് അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെ കിച്ചു ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്കൊരു കളിക്കുള്ള വകുപ്പായി എന്ന് സുവർണ അവിടെ നിന്ന് ആലോചിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ അയ്യപ്പേട്ടൻ എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരുന്ന രാധികയുടെ അടുത്തേക്ക് ചെന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് ഒരാൾ വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവരോട് അകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ വീടിനകത്തേക്ക് കയറാൻ യോഗ്യതയില്ലാത്തവരാണെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ പഴയ വല്ല പാട്ടക്കാരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാധിക ഇവരെ കാണാനായിട്ട് ഇറങ്ങിച്ചില്ല. വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഭദ്രനും ഭാര്യയായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണെന്ന് എന്താ അയ്യപ്പ നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ അയ്യപ്പേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധികാമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം, രാധികാമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ രാധികയുടെ കാലയിൽ കിടക്കും. അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പേട്ട സൈഡിൽ നിൽപ്പുണ്ടേ. അങ്ങനെ ഇവർ രണ്ടുപേരും രാധിക ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എഴുന്നേക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും രാധികമ്മ പറഞ്ഞു. അവർ എഴുന്നേറ്റു. നമ്മുടെ ഗീതുവിൻ്റെ എന്നും പറഞ്ഞു തുടങ്ങിയപ്പം നിർത്താൻ പറഞ്ഞു രാധിക. അയ്യപ്പൻ നായർക്ക് കാര്യം അറിയില്ലല്ലോ, ഭദ്രേട്ടനെ എല്ലാം ഒന്ന് വിശദീകരിച്ച് കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ ഈ ഭാര്യയും ഭർത്താവും കൂടി. അപ്പോഴേക്കും അയ്യപ്പേട്ടന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. രാധികയ്ക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. അപ്പം അയ്യപ്പൻ നായരോട് അകത്ത് പോകാനാണ് പറഞ്ഞത്. അകത്ത് പോ എന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടു. രണ്ടും കൂടി എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണ് ഇറക്കി തിരിച്ചതെന്ന് അയ്യപ്പേട്ടൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാധിക ഇവരോട് ചോദിക്കുക. അതിന് ഗോവിന്ദൻ മോൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു പേപ്പർ തിരിച്ചു വേണം. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങളെടുത്ത തീരുമാനമാണ്, അത് നടപ്പിലാക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. അപ്പോൾ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ലെന്നും കാര്യം നടക്കാതെ ഇനി ചില്ലിക്കാശ് ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാധികാമ്മയ്ക്ക് പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തരും, അത് ഞങ്ങളുടെ വാശിയാണ്, ഞങ്ങളുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞു. എന്തായാലും ഞങ്ങൾ നടത്തി തരാം, ഇച്ചിരി പൈസ കൂടെ തരാൻ പറ്റുമെന്ന് ഭദ്രൻ ചോദിച്ചേ. ഭദ്രൻ ചോദിച്ചപ്പോൾ രാധിക ഇങ്ങനെ നിന്ന് ആലോചിക്കുക, പൈസ കൊടുക്കണോ വേണ്ടേന്ന്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് ഇവരിങ്ങോട്ട് ഇവരിങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബ കോടതി ജഡ്ജിയുടെ വീടിൻ്റെ മുറ്റത്താണ് ഇവർ പോയി നിൽക്കുന്നത്. അപ്പോഴേക്കും ഇവർ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഭദ്രൻ ഭാര്യയോട് പറഞ്ഞു, അതെ എടി മണ്ടേ, ഇവിടെ ചെന്ന് നേരിട്ട് നമുക്ക് കാര്യങ്ങൾ അവരോട് പറയാം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ രാധികാമ്മ നമുക്ക് കാശും തരും, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുകയും ചെയ്യും. എടി അങ്ങനെ കുറച്ച് സ്വാധീനവും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാ, കുറച്ച് പൈസ അങ്ങ് കൊടുത്താൽ മതി എടി, കാര്യങ്ങളൊക്കെ ഓക്കെ. അതിനാണ് ഞാൻ രാധികയോട് പൈസ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. എന്തായാലും രണ്ടുപേരും കൂടെ പൈസ മേടിച്ച് നേരെ ജഡ്ജിയെ സ്വാധീനിക്കാനായിട്ട് പോണു. അപ്പോൾ ഈ കഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി നമ്മുടെ വിലാസിനിക്ക്. അപ്പം അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോട് അകത്ത് കയറി ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ജഡ്ജിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പ്രിയയും അതുപോലെ വിനോദും നിന്ന് ഫോൺ വിളിക്കുക. ഈ സമയത്ത് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ് വിലാസിനി. അപ്പോൾ ഫോൺ വിളിക്കുന്ന വേറെ ആരുമല്ല, ഗീതുവിനെയാണ്. അപ്പോൾ ഗീതുവിനെ വിളിച്ച് ഭദ്രനെ അറസ്റ്റ് ചെയ്ത കാര്യം പറയാം. അപ്പോൾ അവർ ജഡ്ജിയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നുമോളെ നീ ഡിവോഴ്സ് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കരയുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നുള്ള കാര്യം ഗീതുവിന് മനസ്സിലായി. അവിടെ ഇരുന്ന് വായത്തൊന്നെല്ലാം ബിജുബൈയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക വിലാസിനി. കാരണം പറയുന്നത് എന്താ ചെയ്യുന്നത് എന്താണെന്ന് വിലാസിനിക്ക് പോലും അറിയില്ല. കാരണം ഭർത്താവ് ജയിലില്ല, രണ്ടും കൂടെ അതിബുദ്ധി കാണിച്ച് രാധികയുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് ജഡ്ജിയെ സ്വാധീനിക്കാൻ പോയതാണ്, മകളെയും മരുമകനെയും പിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു. അമ്മ ഭയങ്കര കരച്ചിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇതിൽ ഇടപെടില്ലെന്ന് ഗീതു തർപ്പിച്ച് പറഞ്ഞു. മോളെ അങ്ങനെ പറയല്ലേടീന്നും പറഞ്ഞുകൊണ്ടായി കരച്ചിൽ. ഇതൊക്കെ കേട്ട് ഗീതുവിനാകെ ദേഷ്യം വന്നു. ഗീതു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഗീതു അവിടെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഈ സമയത്ത് വിനോദും പ്രിയയുമായിട്ട് നിന്ന് അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്നുള്ള കാര്യം പറയാം. എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമായിട്ട് വിനോദ് ഇറങ്ങി പുറപ്പെടുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുക. അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് കയറി വന്നു. അതെ,
ഇനിയും എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ, നാളെ മുതൽ സ്കൂട്ടറിൽ പോവേണ്ട, എൻ്റെ കൂടെ കാറിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ നാളെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോകണമെന്ന് ഗീതു പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അത് പിന്നെ രാധികാമ്മ കാണിച്ച ഒരു അബദ്ധമാണെന്നും പക്ഷെ അകത്തായത് എൻ്റെ അച്ഛനാണെന്നും പറഞ്ഞു. അകത്തായെന്ന് പറഞ്ഞ നമ്മുടെ ഡിവോഴ്സ് നടക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട രണ്ടാനമ്മ ജഡ്ജിയെ സ്വാധീനിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഗീതു ദേ കേട്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് എന്നോട് പറയരുത്, അങ്ങനെ ഒരു മണ്ടത്തരം രാധികാമ്മ ചെയ്യില്ല. അപ്പോൾ അവർ മണ്ടത്തരങ്ങളെ കാണിക്കുള്ളൂ എന്ന് ഗീതു പറഞ്ഞു. എന്നാ ഒന്നുമില്ല, മണ്ടത്തരം കാണിച്ചു എൻ്റെ കണ്ണേട്ട, മണ്ടത്തരം കാണിച്ചു. അച്ഛനിപ്പോൾ പോലീസ് ലോക്കപ്പിലാ. അല്ലെങ്കിലേ CI സാറിനെ വിളിച്ചോ ഒന്ന് ചോദിച്ചു നോക്ക്. ഈ രാത്രി മുഴുവൻ എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടും. ചോദിച്ചു നോക്കാൻ പറഞ്ഞു. രാവിലെ തന്നെ സ്റ്റേഷനിൽ പോയി എനിക്ക് എൻ്റെ അച്ഛനെ പുറത്തിറക്കണമെന്നുള്ള കാര്യം ഗീതു പറയുവാണ്. അപ്പോൾ അത് കേട്ട് പോകുന്നതിനൊന്നും മിണ്ടുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് കണ്ണേട്ടൻ്റെ കൂടെ ഓഫീസിൽ വരാൻ പറ്റില്ല എന്നും പറഞ്ഞു. പണത്തോടുള്ള ആർത്തി മൂത്ത് നിന്നെ കുറെ ദ്രോഹിച്ചതല്ലേ എന്ന് ചോദിച്ചു. 1-2 ദിവസം പോലീസ് കസ്റ്റഡി കിടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനല്ലേ കണ്ണേട്ടാ എന്ന് ഗീതു അന്നേരം ചോദിച്ചു. എത്ര വലിയ കുറ്റം ചെയ്താലും ആദ്യം ഒരു ദേഷ്യം തോന്നുമെങ്കിലും ജയിലിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം വരില്ലേ എന്ന് ചോദിച്ചു. ഗോവിന്ദനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. കണ്ണേട്ടൻ്റെ അച്ഛനായിരുന്നെങ്കിൽ രാത്രി തന്നെ പുറത്തിറക്കാൻ നോക്കില്ലേ എന്ന് ചോദിച്ചു. അതിനൊന്നുമില്ല മറുപടി. സോറി ഗീതു, നിൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടൻ അതൊന്നും ഇടപെടണ്ട, വിവരമില്ലാത്തവരായിട്ട് ചേർന്ന് ഒരു കൂട്ട് കച്ചവടവും ചെയ്യാൻ പാടില്ലെന്ന് അച്ഛൻ അറിയട്ടെ എന്നൊക്കെ പറയുവാണേ. അതിനൊരു ദിവസം ജയിലിൽ കിടക്കുന്നത് നല്ലതാണെന്നൊക്കെ ഗീതു പറഞ്ഞു. അപ്പോൾ സത്യമായിട്ടും അതങ്ങനെയല്ല, നിൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത് നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ, അങ്ങനെയൊക്കെ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേടി അതൊന്നും അല്ല, എൻ്റെ പേടി രാധികാമ്മയുടെ പേരെങ്ങാനും അച്ഛൻ പറയുമോ എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടി ഗോവിന്ദൻ. ഇനി കുറേ ഇടിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പറയും. അപ്പോൾ ഗോവിന്ദനൊന്ന് ഞെട്ടി. അപ്പോൾ അമ്മയ്ക്ക് അതിനകത്ത് പങ്കെടുത്ത് മനസ്സിലായി. രാധികാമ്മയെ പോലീസ് എങ്ങാനും അറസ്റ്റ് ചെയ്താൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം എന്താകും എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ ചിരിക്കുക കേട്ടോ. ഞാൻ എന്തായാലും നാളെ തന്നെ സ്റ്റേഷനിൽ പോയി നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കാത്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജഡ്ജിയെ സ്വാധീനിക്കാൻ അമ്മയായിരിക്കുമോ ഭദ്രനെ പറഞ്ഞു വിട്ടതെന്ന് മനസ്സിൽ ചിന്തിക്കാം. അങ്ങനെ ഒരു പൊട്ടത്തരം എന്തായാലും അമ്മ കാണിക്കില്ല. എന്നാലും ഒന്ന് അറിയണമല്ലോ ഒന്ന് ഗോവിന്ദൻ തീരുമാനിച്ചു. അങ്ങനെ ഗോവിന്ദൻ നേരെ രാധികയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഗീതു ചെല്ല് ഏതായാലും ഈ പൊട്ടൻ അതിനേക്കാളും വലിയ പൊട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ രാധികയുടെ മുന്നിലേക്ക് ഗോവിന്ദൻ ചെന്നു. അങ്ങനെ അവരവിടെ ചെന്നപ്പോൾ രാധികയും വരുണും കൂടി ചേർന്ന് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ധാരണ വേണം, ഒരു പ്ലാനിങ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ തെളിക്കുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ സുവർണയുടെ ഏർപ്പാടായതുകൊണ്ടാണ് എനിക്കൊരു പേടിയെന്നൊക്കെ ഈ രാധിക അവിടെ നിന്ന് പറയുന്നു. 10-ാം തീയതിക്ക് മുൻപ് അവളെ ഫിനിഷ് ചെയ്തിരിക്കുമെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. 10-ാം തീയതിക്കുള്ളിൽ അവളെ കൊല്ലാനായിട്ട് കഴിഞ്ഞെങ്കിൽ ഇവിടെ കയറിയിട്ടാണെങ്കിലും അവർ ഗീതുവിനെ തീർക്കും. മോഷണ ശ്രമത്തിന് നമ്മളൊരു കേസും കൊടുക്കും. അതോടുകൂടി പണിയൊക്കെ എളുപ്പമാകുമെന്നൊക്കെ അമ്മയും മോനും കൂടെ പറയണം. അപ്പോൾ കാര്യങ്ങളെല്ലാം 10-ാം തീയതിക്കുള്ളിൽ നടക്കുമെന്ന് ഉറപ്പാണോ എന്ന് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. ഗോവിന്ദൻ അത് കേട്ടോ ഇല്ലയോ എന്ന് രണ്ടുപേരും കൂടെ പേടിച്ച് വരച്ച് നിൽക്കുക. എന്താ വരുൺ, നീ ഏതാണ്ട് തീർക്കുന്ന കാര്യമൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ പെട്ടെന്ന് രാധിക അത് നമ്മുടെ സ്റ്റാഫിന് പുതിയ ലാപ്ടോപ്സ് വാങ്ങി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കൊട്ടേഷൻ്റെ കാര്യം കൊടുക്കുന്നതിൻ്റെ കാര്യവും പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ എന്തൊക്കെയോ സംശയം തോന്നി. ഇവൻ്റെ മുഖത്തെ ആ കള്ളത്തരമൊക്കെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പനി കാര്യങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കരുതെന്ന്. എന്ത് കാര്യങ്ങൾ നീ ചെയ്യണമെന്നുണ്ടെങ്കിലും രഘുറാം അങ്കിളിനോടും അവർണികയോടും സംസാരിച്ച് അവരുടെ നിർദ്ദേശം പോലെ മാത്രം ചെയ്താൽ മതി. മനസ്സിലായല്ലോ? നമ്മൾ ഈ കാര്യത്തിൽ എക്സ്പേർട്സ് അല്ല, അവരാണ് എക്സ്പേർട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. എന്നിട്ട് ഇവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ ദൈവമേ, ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചേനെന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ പേടിച്ച് കുറച്ചിങ്ങനെ നിൽക്കും കേട്ടോ. സമയത്ത് രാധിക പേടിച്ചിങ്ങനെ നിൽക്കുന്നു. എൻ്റെ മോനെ നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട, അവനോട് ഇനി ഒരു കൊട്ടേഷൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ പറയണം. അപ്പോൾ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ ഭദ്രൻ ഇപ്പോൾ ലോക്കപ്പിലാണെന്നുള്ള കാര്യം അതേ സമയത്ത് ഗോവിന്ദൻ ഈ രാധികയോട് പറഞ്ഞു. അപ്പോൾ അയാളെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാനൊരു ശ്രമം നടത്തി എന്നുള്ള കാര്യം പറയുകയാണ് ഗോവിന്ദൻ. ജഡ്ജി നേരിട്ട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പോലീസ് പറയുന്നതെന്ന് പറഞ്ഞപ്പം നീ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാറില്ലാത്തതാണല്ലോ എന്ന് രാധിക ചോദിച്ചപ്പം ഭദ്രനെ പോലെ ഒരു ഫ്രോഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അയാൾ ഗീതുവിൻ്റെ അച്ഛനല്ലേ എന്ന് കരുതിയിട്ടാണെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പം സ്വന്തം അച്ഛൻ ലോക്കപ്പിൽ കിടക്കുമ്പോൾ അവൾക്ക് മനസമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നും ഗോവിന്ദൻ. നീ എന്തിനാ കണ്ണ അയാളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നത്? ഭദ്രനും അയാളുടെ മോൾക്കും എല്ലാം ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെയും മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാക്കണമെന്നുള്ളത്. ഇപ്പോഴത്തെ കേസ് ചാർജ് ചെയ്ത് അയാളെ ജയിലിൽ പിടിച്ചിടട്ടെ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് സമാധാനം കിട്ടും എല്ലാവർക്കും. അതിലൊരു അപകടമുണ്ട് അമ്മേ. അപ്പോൾ അവൻ തീർച്ചയായും അമ്മയുടെ പേര് പറയുന്നു പറഞ്ഞു.
അയാളോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ അയാളെ ആട്ടി പുറത്താക്കിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്തിനാ അമ്മയോട് മാപ്പ് പറയാൻ വന്നതെന്ന് ഗോവിന്ദൻ ചോദിച്ചു. അതോ അതോ പിന്നെ അങ്ങോട്ടേക്ക് രാധികയ്ക്ക് വാക്കുകളില്ല മക്കളെ. രാധിക കിടന്ന് ഉരുളും അവിടെ കിടന്ന്. എന്തായാലും അയാൾ അമ്മയുടെ പേര് പറയും, അപ്പം നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നോർത്ത് രാധിക ഇങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. രാധികയ്ക്കറിയാം രാധികയുടെ പേര് പോകും, രാധിക പെടുമെന്നുള്ളത്. എന്തായാലും രാധിക അതൊക്കെ ഓർത്ത് ഇങ്ങനെ ആകെ കലിപ്പ് കയറി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.